ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ബൂസ്റ്റർ ലെസൺസ്. വരാൻ പോകുന്ന സയൻസ് ക്വിസ് കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോ ആണിത്. ഇതിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. ഇത് ഏത് ശാസ്ത്രജ്ഞനെ അനുസ്മരിപ്പിക്കുന്നു? ഉത്തരം CV രാമൻ. രണ്ടാമത്തെ ചോദ്യം, കർഷകന്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏത്? കർഷകന്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏത്? ഉത്തരം മണ്ണിര. ക്വസ്റ്റ്യൻ നമ്പർ 3, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഉത്തരം ഹീമോഗ്ലോബിൻ. നാലാമത്തെ ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണൻ. സയൻസ് ക്വിസുകളിലൊക്കെ ISRO ചെയർമാൻ അറിയാതെ പോയിട്ട് കാര്യമില്ല കേട്ടോ. മഴവില്ലിന്റെ ഏറ്റവും മുകളിലുള്ള നിറം ഏത്? ഉത്തരം ചുവപ്പ്. ജലത്തിന്റെ വാതകാവസ്ഥ ഏത്? ഉത്തരം നീരാവി. ഒരു അമാവാസിക്കും ഒരു പൗർണമിക്കും ഇടയ്ക്കുള്ള ദിവസങ്ങൾ എത്ര? ഉത്തരം 14 ദിവസങ്ങൾ. ഭൂകമ്പം അളക്കുന്ന ഉപകരണം ഏത്? ഭൂകമ്പം അളക്കുന്ന ഉപകരണത്തിന്റെ പേര്? സീസ്മോഗ്രാം. കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ജീവികളാണ് സസ്തനികൾ. എന്നാൽ പറക്കാൻ കഴിയുന്ന സസ്തനി ഏത്? കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏത്? ബുദ്ധമയൂരി. ഉത്തരം ബുദ്ധമയൂരി. അടുത്ത ചോദ്യം, മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം നെല്ല്. നൃത്തം ചെയ്യുന്ന ഷഡ്പദം ഏത്? ഉത്തരം തേനീച്ച. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏത്? ഉത്തരം അജിനോമോട്ട. മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഏത്? മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഏത്? ഉത്തരം ഹൃദയം. അടുത്ത ചോദ്യം, മണ്ണിരയുടെ ശ്വസന അവയവം ഏത്? ഉത്തരം ത്വക്ക്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം തോമസ് ആൽവ എഡിസൺ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമേത്? ഉത്തരം ചെമ്പ്.
അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകമേത്? ഉത്തരം നൈട്രജൻ. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? ഉത്തരം ക്ലോറിൻ. ഓസോൺ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? ഉത്തരം കരൾ. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ഉത്തരം തുളസി. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സാലിം അലി. ശൂന്യതയിൽ കൂടി കടന്നുപോകാൻ കഴിയാത്ത ഊർജ രൂപം ഏതാണ്? ഉത്തരം ശബ്ദം. ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സ്ഥാപനം ഏത്? ഉത്തരം ISRO. ആകാശത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥിരമായി കാണുന്ന നക്ഷത്രത്തിന്റെ പേരെന്ത്? ഉത്തരം ധ്രുവ നക്ഷത്രം. ദൂരെയുള്ള വസ്തുക്കളെ വളരെ അടുത്തും വ്യക്തതയോടെയും കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ടെലസ്കോപ്പ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയുമെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? ആ നക്ഷത്രഗണത്തിന്റെ പേര് അറിയൂലോ, അത് ഏതാണെന്ന് അറിയുന്നവര് താഴെ കമന്റ് ചെയ്യാം.